ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഡോണ്ട് ബി ടു ഇമോഷണൽ എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 6 ആണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ജെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇത് നിർത്താനൊന്നും നിനക്ക് ഉദ്ദേശമില്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് മാത്രമേ വരത്തോളം എന്ന് വിഷ് ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എണീറ്റ് പോവുകയാണ്. അപ്പോൾ പി ജി ആണെങ്കിൽ ആ ഒരു ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ജെയിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം ജെയിൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്, നീ പോയി റെസ്റ്റ് എടുക്കാൻ പറയുകയാണെന്ന്. അവനതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ പി ജിയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ പറയുകയാണ്, നിനക്ക് എന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, നിനക്ക് ഓർമ്മയില്ലേ നിൻ്റെ വാക്കെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കോൺട്രാക്റ്റിനെ പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, ആ ശരി, നിങ്ങൾ പോയി ആദ്യമേ റെസ്റ്റ് എടുക്കാൻ പറയണം. അപ്പം പി ജി ആണെങ്കിൽ പറയുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ആദ്യമേ വീട്ടിൽ പോകാൻ നോക്ക്, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് തനിയെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ ഡ്രൈവറിനെ വരുത്തിക്കോളാം, നീ ആദ്യമേ പൊക്കോളാൻ പറയുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്നെ വീട്ടിൽ ചെന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് വന്നോളാം, അതേപോലെ ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകത്തില്ല എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന അവരുടെ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ പി ജി ആണെങ്കിൽ അവൻ്റെ മുറിവിൽ ഇങ്ങനെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജെയിൻ ആണെങ്കിൽ വരും. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം പി ജി ആണെങ്കിൽ പറയാം, അത് സാരമില്ല, ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പം ജെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ വെറുതെ വാശി പിടിക്കാതെ അങ്ങ് തരാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു മുറിവൊക്കെ ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പി ജി ആണെങ്കിൽ അവനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, അവനെ വിട്ടിങ്ങനെ പോവാതിരുന്നതിന് അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം നീ വറീഡാണെന്ന്, അതേപോലെ തന്നെ നീ എൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നതിൽ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിനക്കൊരാപത്തും വരാതെ ഞാൻ നോക്കും, അതേപോലെ തന്നെ നിൻ്റെ നേരെ ഒരാളും തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി നീ എന്നെപ്പറ്റി ആലോചിച്ചാൽ വറീഡാവുന്നെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ അത്ര പെട്ടെന്നൊന്നും മരിക്കത്തില്ല എന്ന് പറയുകയാണേ. അപ്പം ജെയിൻ പറയാണ്, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതും പി ജി ആണെങ്കിൽ അവനൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവനെ അങ്ങ് ഹഗ് ചെയ്യുവാണേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന അവരുടെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പം ഗ്യാപ്പാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല, ഈ ജെയിൻ ഇതെവിടെ പോയി കിടക്കുക, ഫൈനൽ എക്സാംസ് ഒക്കെ വരാൻ പോവല്ലേ എന്നിങ്ങനെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട്, അതെ, അവനെ കണ്ടിട്ട് കുറേ ആയല്ലോ, ഇനിയിപ്പോൾ അവന് വല്ല പനി വല്ലതും ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ പുട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല എന്ന് അവൻ പറയുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നിട്ട് പിന്നെ കാണിക്കുന്നത് അവനാണെങ്കിൽ നമ്മുടെ ജെയിൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്കും ജെയിൻ്റെ അച്ഛനെയാണ് കേട്ടോ കാണുന്നത്. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട്, നീ ജെയിനെ അന്വേഷിച്ചാണോ വന്നത്, അവനിവിടെ ഇല്ല എന്ന് പറയണം. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, അവൻ എവിടെ പോയെന്ന് വല്ലതും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതൊന്നും എനിക്കറിയത്തില്ല, അവനൊന്നും പറഞ്ഞില്ല, പിന്നെ അവനിവിടെ വന്നപ്പം കുറച്ച് മെഡിസിൻ എടുത്തിട്ടാണ് അവൻ പോയതെന്ന് ഇങ്ങനെ പറയണം. അപ്പം അവനാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജെയിനെയാണേ. അപ്പോൾ അവൻ ആ ഒരു മെഡിസിൻ എടുത്തത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ പി ജെക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു മെഡിസിനൊക്കെ അവൻ അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പി ജെ വരും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു ഹെർബൽ മെഡിസിൻ കുടിക്കാനായിട്ട് പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. എന്നിട്ട് ജെയിൻ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഇത് എവിടെ ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, അത് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു, നിനക്ക് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ എൻ്റെ അടുത്ത് എല്ലാം പറയുമെന്ന്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെളിയിൽ പോയി നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുക എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അതായത് പുട്ടിനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഫ്രീ ആണോ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരാണെങ്കിൽ അവിടെ ഇരുന്ന് കുടിച്ചിട്ട് ഇങ്ങനെ ഓരോ പഴയ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ. എന്നിട്ട് ജെയിൻ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പുട്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് നേരെ ആ ഒരു അറ്റാക്ക് നടന്നില്ലേ, അതുമാത്രമല്ല അവനും ആ ഒരു വെടി കൊള്ളണ്ടായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അവൻ പറയുകയാണ്. അപ്പം ഇതെല്ലാം കേട്ടിട്ട് പുട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം പി ജി ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ പറയുകയാണ്, നിന്നെ എന്തിനാ അവൻ ഇതിലോട്ടൊക്കെ വലിച്ചിടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ജെയിൻ ആണെങ്കിൽ പറയുന്നുണ്ട്, അത് അവൻ്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനെന്നിങ്ങനെ പറയുകയാണേ. അപ്പം പുട്ട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവൻ്റെ കൂടെ ഈ ഒരു ലൈഫ് ജീവിക്കേണ്ടതല്ലേ, അപ്പം എനിക്കും അറിയണ്ടേ അവൻ്റെ ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ പുട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എങ്ങനെയുള്ളതാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അവൻ എന്നെ വട്ടുപിടിപ്പിക്കുമെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പം പുട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് അവൻ്റെ ലൈഫിൽ നിന്ന് പുറത്ത് വന്നുകൂടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കത് പറ്റത്തില്ല, നിനക്കത് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുകയാണേ. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അവനെ വിട്ട് എവിടെയും പോകാൻ പറ്റത്തില്ല, അതുമാത്രമല്ല അവൻ്റെ കൂടെ സ്റ്റേ ചെയ്യുമ്പം എനിക്ക് പേടിയുണ്ട്, കാരണം അവൻ എന്തെങ്കിലും ഒരു ദിവസം പറ്റുമോ എന്നുള്ളൊരു പേടിയാണെന്ന് അവൻ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്കിത് നിൻ്റെ അടുത്ത് മാത്രമല്ലേ പറയാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്.
എന്നിട്ട് അവൻ പറയാണ് നിന്നോട് ആരെന്ത് ചോദിച്ചാലും നീ അവർക്ക് വേണ്ടി അതൊക്കെ ചെയ്തു കൊടുക്കത്തില്ലേ, പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ജെയിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണ് കേട്ടോ. എന്നാൽ അവന് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് വിടാന്നൊക്കെ പറഞ്ഞിട്ട് പുട്ടിനെയാണെങ്കിൽ അവൻ തള്ളി മാറ്റുന്നുണ്ട്. എന്നാൽ അവൻ പിന്നെയും നമ്മുടെ ജെയിനിനെ അങ്ങ് ഫോഴ്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ തള്ളി മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ എണീറ്റ് മാറാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ തലയാണെങ്കിൽ അവിടെ ചെന്നൊരു കബോർഡിൽ ചെന്നങ്ങ് ഇടിക്കുകയാണ് കേട്ടോ. അപ്പം ചെറുതായിട്ട് മുറിയുന്നൊക്കെ ഉണ്ട്. അപ്പം ഇത് കാണുമ്പോഴത്തേക്കും പുട്ടാണെങ്കിൽ പറയുന്നുണ്ട് സോറി ജെയിൻ, ഞാൻ അറിയാതെ ചെയ്തതാ, എനിക്ക് അറിയത്തില്ല, ഐ എം സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം ജെയിനാണെങ്കിൽ അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ. അപ്പോഴാണ് അങ്ങോട്ട് പി ജി ആണെങ്കിൽ ജെയിനെ വിളിക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇവൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ ചോര വരുന്ന കാണുമ്പോഴത്തേക്കും അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മറ്റേ പുട്ട് വരുവാണ് കേട്ടോ. അപ്പം എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട് സോറി ജെയിൻ എന്നിങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പി ജി ആണെങ്കിൽ വന്ന് അവനിട്ട് നല്ലൊരു അടിയങ്ങ് കൊടുക്കുവാണ് കേട്ടോ. അവൻ ആ ഒരു അടി കൊണ്ട് അവനാണെങ്കിൽ തറയിലങ്ങ് വീഴുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പുട്ടിൻ്റെ കഴുത്തിനൊക്കെ പിടിച്ചിട്ട് അവനെ നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് വിടാനൊക്കെ പറയുന്നുണ്ട്. നീ അവനെ വിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നെ ഒരിക്കലും ഇനി കാണത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പി ജി ആണെങ്കിൽ അവനെ വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി ജെയിൻ്റെ അടുത്തെങ്ങാനും വന്നാൽ നിന്നെ ഞാൻ ഇനി വെറുതെ വിടത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ജെയിനെയും വിളിച്ചുകൊണ്ട് അവനങ്ങ് പോകുന്നത്. അങ്ങനെ അവരാണെങ്കിൽ കാറിലിങ്ങനെ പോകുമ്പോഴത്തേക്കും ജെയിനാണെങ്കിൽ പി ജി എടുത്ത് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും ഞാൻ എവിടെയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നീ എൻ്റെ പുറകിന് വല്ല സ്പൈനെയും വെച്ചിട്ടുണ്ടോ അതോ നീ ഞാനറിയാതെ വല്ല ട്രാക്കറും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ് നീ എന്താ ആൻസർ ചെയ്യാത്ത, മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറയണം. അപ്പോൾ പി ജെ പറയുന്നുണ്ട് നീ ഒന്ന് കാം ആവാൻ പറയുന്നുണ്ട്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് നീ എന്നെ ട്രേസ് ചെയ്ത് നിർത്താൻ പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ നീ സേഫ് ആയിരിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തുമോ, നീ ചെയ്യുന്ന എപ്പോഴും നീ ശരിയാണെന്നാണോ വിചാരിക്കുന്നതെന്നൊക്കെ അവൻ പറയാണ്. നിൻ്റെ ഈ ഒരു ട്രാക്കിങ്ങും അതേപോലെ തന്നെ നിൻ്റെ ഈ ഒരു ഫേവറും ഒക്കെ നീ ശരിയാണെന്നല്ലേ ഇപ്പോഴും വിചാരിക്കുന്നത്, നീ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ്സിനെ പറ്റിയിട്ട് നീ ചിന്തിച്ചിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പം ജെയിനാണെങ്കിൽ ഡോക്ടറിനെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പം ഡോക്ടർ പറയുന്നുണ്ട് നിൻ്റെ മുറിവൊക്കെ ഹീലായി, ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറാണെങ്കിൽ ജെയിനിനെ തിരക്കുന്നുണ്ട് കേട്ടോ, അവനിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പി ജെ ചോദിക്കുകയാണ് അതെന്തിനാണ് നീ അറിയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് കേൾക്കാൻ പോകുന്നില്ല എന്ന്, പക്ഷേ ഇനിയെങ്കിലും നീ ഇങ്ങനെയുള്ളൊരു ലൈഫ് ജീവിക്കുന്നത് നിർത്തണമെന്ന് ഇങ്ങനെ പറയുകയാണേ. അപ്പം പി ജെ പറയുന്നുണ്ട് എൻ്റെ ലൈഫ് മനസ്സിലാക്കാൻ ഇതിനു വേണ്ടി പാടാണോ, അതുമാത്രമല്ല ഞാൻ ഈ ഒരു പാത്താണ് ചൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതൊരിക്കലും നോർമൽ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വളർന്നതെന്ന് നിനക്കറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും, പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. നിനക്കറിയാവോ അന്ന് നിനക്ക് വെടിയുണ്ട ആ ഒരു ദിവസം നിൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെപ്പറ്റി ഓർത്ത് എന്തുമാത്രം വറി ചെയ്തെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ നിന്നെപ്പറ്റി കെയർ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് നിന്നെ സ്നേഹിക്കുന്ന ആളെപ്പറ്റി ഓർത്തെങ്കിലും നീ കുറച്ച് കെയർ ചെയ്യാനായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജെയിനെയാണ്. അപ്പോൾ ജെയിനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് പി ജെ വരുവാണ്. അപ്പം പി ജെ വന്നിട്ട് അവനാണെങ്കിൽ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ ചെറിയൊരു കിസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കിസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെയിൻ പറയും വിട് എനിക്കൊരു മൂഡില്ല, അതേപോലെ തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്നതും അവന് ചെറിയൊരു സങ്കടമാവുന്നെങ്കിലും അവൻ പറയാം കുഴപ്പമില്ല നീ പൊക്കോളാൻ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ കിടക്കുമ്പോഴത്തേക്കും പി ജെ ആണെങ്കിൽ പറയുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ചെയ്ത സമയത്ത് നീ എങ്ങനെയുള്ള ലൈഫാണ് ഇമാജിൻ ചെയ്തതെന്ന് ചോദിക്കുവാണേ. എന്നിട്ട് അവൻ പറയാണ് നിനക്കറിയാവോ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്നാണെന്ന്, അത് നീ എനിക്ക് വാലൻറ്റൈൻസ് ഡേക്ക് സർപ്രൈസ് തന്നില്ലേ അതുപോലുള്ളതൊന്നും അല്ല. അപ്പോൾ പിന്നെ പി ജെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് അന്ന് നീ എൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നില്ലേ അന്നാണെന്ന് അവൻ പറയാണ്. നീ അന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു നീ എൻ്റെ മേൽ സിൻസിയർ ആണെന്ന് എന്നിങ്ങനെ പറയാണ്. അന്ന് നീ എല്ലാത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതേപോലെ നിൻ്റെ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ആ ഒരു സൈഡാണ് എനിക്കിഷ്ടമെന്ന് പറയുകയാണേ. അങ്ങനെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയാണ് ജെയിൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പി ജി ആണെങ്കിൽ ശരിക്കും അങ്ങ് കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ വരുവാണ്. അപ്പം അവരാണെങ്കിൽ പറയുന്നുണ്ട് നീ കറക്റ്റ് സമയത്താണ് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട് ഇല്ല എന്താണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണേ. അപ്പോൾ അവൻ്റെ അനിയത്തിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ നിനക്ക് ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇത് കേട്ടതും ജെറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അതിപ്പോൾ പറഞ്ഞതെന്നൊക്കെ അവളിങ്ങനെ തട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേട്ടതും അവന് ചെറിയൊരു വിഷമമായിട്ട് അവൻ ഇല്ല എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് എണീറ്റ് പോവുകയാണേ.
അത് കഴിഞ്ഞ് കാണിക്കുന്ന പുട്ടിനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ ജെയിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ജെറ്റാണ് ആ ഒരു കതവൊക്കെ തുറക്കുന്നത്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ജെയിൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജെറ്റാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ് ഇല്ലല്ലോ, ജെയിൻ ഇവിടെ ഇല്ലയെന്ന് പറയാണ്. അപ്പം ജെയിൻ അവിടെ ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുമായിരുന്നേ. പിന്നെ കാണിക്കുന്നത് PJനെയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ കുക്കിങ്ങിലാണ്. അപ്പം വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ അവനാണെങ്കിൽ കുക്കൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജെയിനാണെങ്കിൽ ഗ്യാപ്പിൻ്റെ കോൾ വരുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പുട്ടിനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി, അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പം ഗ്യാപ്പാണെങ്കിൽ പറയുന്നുണ്ട് അവനാണെങ്കിൽ ബൈക്കിൽ പോയപ്പം ഒരു കാറാണെങ്കിൽ വന്നിട്ട് അവനെ ഇടിച്ചിട്ടിട്ട് പോയതാണ്, അവനാണെങ്കിൽ നിർത്തിയില്ല, അതൊരു ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള കാറായിരുന്നു, അത് കണക്ക് പുട്ടിൻ്റെ ഫാമിലീനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ ഉടനെ തന്നെ വരുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം ഡോക്ടറാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ ജെയിനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനാന്ന് പറയുന്നുണ്ട്. പേഷ്യൻറ്റിനെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞെന്ന് പറയാണ്. അത് കണക്ക് പേഷ്യൻ്റ് ഇപ്പോൾ കോൺഷ്യസ് ആണ്, എന്നാൽ അധിക സമയത്തേക്ക് കാണത്തില്ല എന്ന് പറയാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ പുട്ടിനെ കാണാനായിട്ട് അകത്തോട്ട് പോവുകയാണേ. എന്നിട്ട് ജെയിനാണെങ്കിൽ പുട്ടിൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ബോധമില്ലാതെ ഇങ്ങനെ സോറി എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്നിട്ട് നമ്മുടെ ജെയിൻ്റെ പേരിങ്ങനെ പറയണം കേട്ടോ. അപ്പം ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ജെയിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ ജെയിൻ എന്താന്നിങ്ങനെ പറയാൻ പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ അവനങ്ങ് അവിടെ വെച്ചിട്ടങ്ങ് മരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജെയിനാണെങ്കിൽ ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് കരയുവാണ് കേട്ടോ. അങ്ങനെ പുട്ടിൻ്റെ അമ്മ വന്നിരിക്കുകയാണ്. അപ്പം അവരാണെങ്കിൽ ജെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അവനെ കണ്ടില്ലേ, അവൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അവനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇതെനിക്ക് അവനിനി നമ്മളോട് കാണത്തില്ല എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ട് അവനാണെങ്കിൽ ഗ്യാപ്പിനെ ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് എനിക്ക് അവനോട് ഒരു പ്രോപ്പറായിട്ട് ഗുഡ് ബൈ പോലും പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ കരയാണ്. കാരണം അവർക്ക് ആർക്കും സഹിക്കുന്നില്ല, കാരണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പോയത്. അങ്ങനെ ജെയിനാണെങ്കിൽ ഇങ്ങനെ ഓർക്കുവാണ് പുട്ടിനെ അടിച്ചതും അതേപോലെ തന്നെ അവൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ നിന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഓർത്തിട്ട് അവനാണെങ്കിൽ അങ്ങ് ശരിക്കും ദേഷ്യത്തിൽ അവിടെ നിന്ന് PJനെ കാണാനായിട്ട് ഇറങ്ങുവാണേ. അപ്പോൾ അവിടെ PJ ആണെങ്കിൽ അവൻ കുക്ക് ചെയ്ത ആ ഒരു സൂപ്പൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ജെയിന് വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ അവനാണെങ്കിൽ ഒരു കോൾ വരുവാണ്. അതിലവൻ പറയാണ് നീ ചെയ്തത് നല്ലൊരു കാര്യമാണ്, എവിഡൻസ് ഒക്കെ ക്ലിയർ ആക്കിയില്ലേ, അതേപോലെ ഇപ്പം നമ്മുടെ ഫേവർ അവസാനിച്ചിരിക്കുകയെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും ജെയിനാണെങ്കിൽ ഓടി വന്ന് അവൻ്റെ ഫോൺ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ. അപ്പോൾ PJ ചോദിക്കുകയാണ് നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് നീ അല്ലേ പുട്ടിനെ കൊന്നത്, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് PJ പറയുന്നുണ്ട് നീ എന്താ പറയുന്നത്, പുട്ട് മരിച്ചോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ജെയിനാണെങ്കിൽ പറയുന്നുണ്ട് ഞാനിതെങ്ങനെ വിശ്വസിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല പുട്ട് മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞ പേര് നിങ്ങളുടെയാന്ന് പറയാണ്. അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ അവനെ അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയണം, അവരെന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സത്യം അവർ കണ്ടുപിടിക്കുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരാളെ പോലീസ് എന്ത് ചെയ്യാനാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം PJ ആണെങ്കിൽ പറയുന്നുണ്ട് നീ അറ്റ്ലീസ്റ്റ് എന്നെ ഈ ഒരു പ്രാവശ്യമെങ്കിലും വിശ്വസിക്കാൻ പറയണം. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാനോ, ഞാനാണെങ്കിൽ മടുത്തു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ PJ ഉണ്ടാക്കിയ ആ ഒരു ഫുഡിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് അവനാ എഴുതി വെച്ച ആ ഒരു നോട്ടൊക്കെ ചുരുട്ടി അവൻ്റെ ദേഹത്ത് തന്നെ വലിച്ചെറിയുകയാണ് കേട്ടോ. എന്നിട്ട് അവനാ ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം അവൻ തറയിലോട്ടങ്ങ് വലിച്ചെറിയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ PJക്കാണെങ്കിൽ അങ്ങ് ശരിക്കും വിഷമാവുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ PJനെ കയറി പിടിച്ചിട്ട് പറയാണ് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, നിങ്ങൾ എപ്പോൾ എൻ്റെ ലൈഫിൽ വന്നോ എൻ്റെ ലൈഫ് ഫുള്ള് നശിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണേ. എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ കിടന്നങ്ങ് കരയുകയാണ് കേട്ടോ. തറയിലിരുന്നങ്ങ് കരയുന്നുണ്ട്. അപ്പം പാവം നമ്മുടെ PJക്കാണെങ്കിൽ ശരിക്കും വിഷമാവുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ വിളിക്കുന്നുണ്ട് ജെയിനെന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് നിങ്ങൾ ആരെന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങളവർക്ക് അത് ചെയ്തു കൊടുക്കത്തില്ലേ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ആവശ്യപ്പെടാൻ പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ് നിങ്ങളെൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അതാ ഞാൻ ആഗ്രഹിക്കുന്നതെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് PJ ആണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഷുവർ അല്ലേ, ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം എനിക്ക് തിരിച്ച് നിന്നോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാമെന്ന് പറയണം. അപ്പം അവനാണെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് ഇന്നൊരു രാത്രി അവസാനമായിട്ട് നീ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ പൊക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര സങ്കടമാവും കേട്ടോ. അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. അവരുടെ ആ ഒരു ഡീൽ പ്രകാരം അവർ ആ ഒരു നൈറ്റ് ഒരുമിച്ച് തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവർക്കാണെങ്കിൽ പരസ്പരം ഒരുപാട് ഇഷ്ടമുണ്ട്, എന്നാൽ ഇങ്ങനെയുള്ള കുറേ റീസൺസ് കാരണം അവർക്കാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ അവരാണെങ്കിൽ ആ ഒരു നൈറ്റ് ഒരുമിച്ച് തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഉറക്കം എണീക്കുന്ന ജെയിനാണെങ്കിൽ ആദ്യമേ തന്നെ നോക്കുന്നത് PJനെയാണ്. എന്നാൽ PJനെ അവിടെ ഒന്നും കാണത്തില്ല, പകരം അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നതാണ് കാണുന്നത്.
അങ്ങനെ ആ ഒരു ലെറ്ററിൽ PJ പറയുകയാണ്, ഞാൻ ഈ ഒരു രീതിയിൽ ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നതിൽ സോറി എന്ന് പറയുകയാണ്. എനിക്ക് വിഷമമുണ്ട്, പക്ഷേ നീ ഉണർന്നിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല, കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് അല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഗുഡ് ബൈ പറയാനൊരു റീസൺ ഉണ്ട്, കാരണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുകയാണ്. ഞാൻ നിന്നെ വിട്ടുപോകാനുള്ള റീസൺ ഞാൻ പുട്ടിനെ കൊന്നതുകൊണ്ടാണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെയല്ല എന്ന് പറയുകയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നിനക്കെന്നെ വിശ്വാസമില്ലായിരിക്കും, അതെനിക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ്. ഞാൻ നിന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇപ്പോൾ വിട്ടു പോകുന്നതെന്ന് പറയുകയാണേ. നീ ഇപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ട് എൻ്റെ പഴയ ആ ഒരു ജീനായിട്ട് മാറണമെന്ന് പറയുകയാണ്. നീ എനിക്ക് ശരിക്കും സ്പെഷ്യലാണ്, കാരണം എല്ലാവരും എന്നെ ഒരു ഡീമനായിട്ട് നോക്കി കണ്ടപ്പം നീ മാത്രമാണ് എന്നെ സ്പെഷ്യലായിട്ട് നോക്കിയെന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ പറയണം, നീ ഒന്ന് എൻ്റെ കൂടെ കുറച്ച് നെർവസൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്തില്ലേ, എന്നാൽ അത് ഭയങ്കര ക്യൂട്ടായിരുന്നു എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, നിന്നെ കണ്ടതിലൂടെ എനിക്ക് മനസ്സിലായി, ഈ ലോകത്ത് സ്വന്തം എഫേർട്ടിലൂടെ മാത്രം സക്സസ് ഗെയിൻ ചെയ്യാനുള്ള ആളുകളുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായെന്ന് പറയുകയാണ്. എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടും നീ എൻ്റേത് മാത്രമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ എടുത്തതും, നീ എനിക്ക് വേണ്ടി നിൻ്റെ ഫ്രണ്ട്സിനോട് ഫൈറ്റ് ചെയ്തതും, ഞാൻ എന്നെ തന്നെ നിനക്കും നിൻ്റെ ഫാമിലിക്കും പ്രൂവ് ചെയ്തതും, പിന്നെ നീ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷവും നീ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ? പിന്നെ നീയാണെങ്കിൽ എനിക്ക് ആ ഒരു ചൈനീസ് മെഡിസിൻ കൊണ്ടുവന്ന് തന്നില്ലായിരുന്നോ? അതേപോലെ തന്നെ നീ എൻ്റെ ആ ഒരു വൂണ്ടിൽ മരുന്ന് വെക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നോ? നിൻ്റെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഓരോ കാര്യങ്ങളും അവനിങ്ങനെ എടുത്ത് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ലാസ്റ്റ് റീസൺ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരുപാട് ഇമോഷണൽ ആവരുതെന്ന്, പക്ഷെ നീ ശരിക്കും ഇമോഷണലാണ്, അതൊരു നല്ല കാര്യം തന്നെ, പക്ഷേ നീ കുറച്ചുകൂടെ സ്ട്രോങ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും സെൽഫിഷ് അല്ല, നീ എപ്പോഴും എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ ഞാനങ്ങനെയല്ല, ഞാൻ ശരിക്കും സെൽഫിഷാണ്, നീ ആ ഒരു കോൺട്രാക്റ്റ് എടുത്തപ്പോൾ തൊട്ട് നീ എൻ്റേത് മാത്രം ആവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുകയാണ്. എന്നാൽ റിയാലിറ്റി നീ ശരിക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു, എന്നാൽ എന്ത് ചെയ്യണമെന്നും എനിക്കറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാവുന്ന ഈ ഒരു മെത്തേഡ് ഞാൻ സ്വീകരിച്ചതെന്ന് പറയാം. അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കറിയാം ജയ്, ഞാൻ നിന്നോട് ചെയ്തതൊന്നും ശരിയല്ല എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ ലൈഫിൽ നിന്ന് ഇപ്പോൾ എന്നേക്കുമായിട്ട് പോവുകയെന്ന് പറയുകയാണേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാനിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, ഇനി നീ ഈ ഒരു പ്ലേസ് മിസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ജെയിനാണെങ്കിൽ PJ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന കണക്കൊക്കെ അവന് ഫീൽ ചെയ്യുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ശരിക്കും അങ്ങ് കരയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെറ്ററിൻ്റെ എൻഡിൽ PJ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിൻ്റേത് മാത്രമായിരിക്കും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എഴുതി തീരുമ്പോഴത്തേക്കും PJയുടെ കണ്ണൊക്കെ ആണെങ്കിൽ അങ്ങ് നിറഞ്ഞൊഴുകുവാണ് കേട്ടോ. അത്രയ്ക്കും ഒരു സാഡായിട്ടുള്ളൊരു സീനാണ് ഇത്. പിന്നെ ജെയിനും ഭയങ്കരമായിട്ടും കരയുന്നുണ്ട്, അവനും ഇതൊക്കെ വായിച്ചിട്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ PJ ആണെങ്കിൽ ജെയിനെ വിട്ട് പോയിരിക്കുവാണ്. അപ്പം ഈ ഒരു സീൻ ശരിക്കും ഭയങ്കര ഹേർട്ട്ഫുള്ളാണ്. നമുക്കിത് കരയാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. അപ്പം ഇനി വരുന്ന എപ്പിസോഡിൽ ഇവർ ഒന്നിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എൻഡാവുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ചാനലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.